ഒരു ഞാനൊരു സ്പിരിച്വൽ ഹീലിംഗ് നടത്തുന്നതും, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒരു സൈക്കോളജിസ്റ്റ് സെഷൻ എടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സൈക്കോളജിസ്റ്റ് ഇത് പ്രശ്നം കേട്ട് അതിന് സജഷൻസ് കൊടുക്കുന്ന ആളാണ്. അത് നമുക്കും കേട്ടിട്ട് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മളടുത്ത് സൈക്കോളജിസ്റ്റുമാർ വരുന്നെങ്കിൽ ഇവരിത് കേട്ടിട്ട് ഇവർക്ക് ഇതിനെങ്ങനെ പുറത്തേക്ക് തള്ളാൻ പറ്റും, കാരണം മനസ്സിലൂടെ ഇൻസ്ട്രക്ഷൻ പറയുന്നതിലുപരി ഇതിനെങ്ങനെ പുറത്ത് കിടക്കുന്ന അറിയാത്തതുകൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു എനർജറ്റിക് ലെവലുള്ള അപ്രോച്ച് സൈക്കോളജിയിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ സൈക്കാട്രിയിൽ പോകുമ്പോൾ മരുന്നൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ അറിയില്ല, എന്നാലും അറിയുന്നത് പറയണം. അപ്പോൾ സൈക്കോളജി സെഷനിൽ നടക്കണില്ല എന്ന് കണ്ട ചില ട്രോമകൾ ഇതിൽ നടക്കാൻ വഴിയുണ്ട്. പക്ഷെ ഇതിനെ ഒരു സ്പിരിച്വൽ ഹീലിംഗ് എന്നൊക്കെ പറയാമോ എന്ന് എനിക്കറിയില്ല. കാരണം ശ്വാസം എടുത്ത് വിടുമ്പോൾ, ശ്വസനക്രിയകൾ ചെയ്യുമ്പോൾ ബോഡിയിൽ ഹൈപ്പർ വെന്റിലേഷൻ ഉണ്ടാകുമ്പോൾ ഓക്സിജൻ സെല്ലുകളിലേക്ക് ഹൈജാക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മളുടെ ബോഡിയിൽ സെല്ലുകളിൽ സ്ട്രെസ് സേവ്ഡ് ആണെങ്കിൽ ഈ ഓക്സിജൻ്റെ ഹൈജാക്കിങ് വരുമ്പോൾ ഇത് പുറത്തേക്ക് റിലീസാണ് ചെയ്യുന്നത്. ഇതാണ് നോർമലി നടക്കുന്നത്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. അപ്പോൾ അതിൽ കുറേ സ്ട്രെസ്സുകൾ റിലീസാവാം. ചിലപ്പോൾ സബ് കോൺഷ്യസിലെ പുതിയ ചില അടഞ്ഞു കിടക്കണ ചില ഓർമ്മകൾ വന്നു പോവാം, വിഷമങ്ങൾ വന്നു പോവാം, ദേഷ്യങ്ങൾ വന്നു പോവാം. ഇറ്റ് ഈസ് ദ ബേസിക് തിങ്. നമ്മളൊരു ബ്രെത്ത് വർക്കും ഒരു മൂവ്മെൻറ്റ്സും ഒക്കെയാണ് ഒരാളെ പ്രിപ്പയർ ആക്കുന്നതിന് വേണ്ടി. സൈക്കോളജിയിൽ ലിസണിങ്ങും ഇൻസ്ട്രക്ഷൻസും സജഷൻസും കൊടുക്കലാണെന്നാണ് എനിക്ക് തോന്നുന്നത്.